Good morning. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഡി മോർഗൻസ് തിയറം. ഡി മോർഗൻസ് തിയറം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള രണ്ട് ടോപ്പിക് ഒന്ന് റിവൈൻഡ് ചെയ്യാണ്. ഫസ്റ്റ് വൺ ഈസ് ബബിൾഡ് ആൻഡ് ഗേറ്റ്. ബബിൾഡ് ആൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആൻഡ് ഗേറ്റിലേക്ക് കൊടുക്കുന്ന രണ്ട് ഇൻപുട്ടിനെ ഇൻവേർട്ട് ചെയ്യുന്നു. ഇത് ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ അതിന് നമുക്ക് ഫിഗർ ബി നോക്കിക്കഴിഞ്ഞാൽ ഒരു ആൻഡ് ഗേറ്റിന്റെ രണ്ട് ഇൻപുട്ടിന്റെ ഭാഗത്തും ചെറിയൊരു ബബിള് അല്ലെങ്കിൽ ഒരു ചെറിയൊരു സർക്കിൾ കാണാൻ പറ്റും. ഈ ടൈപ്പ് ഗേറ്റിനെയാണ് നമ്മൾ ബബിൾഡ് ആൻഡ് ഗേറ്റ് ആയിട്ട് പറയുന്നത്. ഇനി അതിൻ്റെ ട്രൂത്ത് ടേബിൾ നമ്മൾ അനലൈസ് ചെയ്ത സമയത്ത് നമുക്ക് കാണാൻ പറ്റിയത് ഈ ബബിൾഡ് ആൻഡ് ഗേറ്റിൻ്റെയും നോർ ഗേറ്റിൻ്റെയും ട്രൂത്ത് ടേബിൾ സെയിം ആണ്. അതായത് രണ്ടിൻ്റെയും ഇൻപുട്ട് ഔട്ട്പുട്ട് കോമ്പിനേഷൻസ് സെയിം ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ we can say that a bubbled AND gate is equivalent to a NOR gate and they can be interchangeable. അതുകൊണ്ട് നമുക്ക് ഏതൊരു NOR ഗേറ്റ് സർക്യൂട്ട് കിട്ടിക്കഴിഞ്ഞാലും അതിനെ ബബിൾഡ് ആൻഡ് ഗേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അതേപോലെ തന്നെ ബബിൾഡ് ആൻഡ് ഗേറ്റിന്റെ ലോജിക് സർക്യൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നോർ ഗേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അതായത് ദേ ക്യാൻ ഇന്റർചേഞ്ചബിൾ. കാരണം ലോജിക് സർക്യൂട്ടിന്റെ സിംപ്ലിഫിക്കേഷന്റെ സമയത്താണ് ഇത് ആവശ്യം വരിക. ഇനി ഇതിനെ ഡീൽ ചെയ്യുന്ന, അതായത് ഈ കൺസെപ്റ്റ് ഓറിയന്റ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് തിയറാണ് ഡി മോർഗൻസ് ഫസ്റ്റ് തിയറം. അടുത്തത് നമ്മൾ നോക്കുന്നത് ബബിൾഡ് ഓർ ഗേറ്റ്. ബബിൾഡ് ഓർ ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർ ഗേറ്റിന്റെ ഇൻപുട്ട് രണ്ടും ഇൻവേർട്ട് ചെയ്തിരിക്കുന്നു. ഫിഗർ ബി നോക്കുക. ഒരു ഓർ ഗേറ്റ് ആണ്. അതിന്റെ ഇൻപുട്ടിന്റെ ഭാഗത്ത് രണ്ട് ചെറിയ ബബിൾ കാണാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ടൈപ്പ് സർക്യൂട്ടിനെ വിളിക്കുന്നത് ബബിൾഡ് ഓർ ഗേറ്റ് എന്നാണ്. ഇനി ഇതിന്റെ ട്രൂത്ത് ടേബിൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത് ഈ ബബിൾഡ് ഓർ ഗേറ്റിന്റെ ട്രൂത്ത് ടേബിളും നാൻഡ് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിളും സെയിം ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ബബിൾഡ് ഓർ ഗേറ്റ് ആൻഡ്
NAND gate are equivalent. അത് NAND ഗേറ്റും ബബിൾഡ് OR ഗേറ്റും ഈക്വലന്റ് ആണ്. അതുകൊണ്ട് തന്നെ they can be interchangeable. ഒരു NAND ഗേറ്റിന്റെ സർക്യൂട്ടിനെ ബബിൾഡ് OR ഗേറ്റ് ആയിട്ടും അതേപോലെ തന്നെ ബബിൾഡ് OR ഗേറ്റിന്റെ സർക്യൂട്ടിനെ NAND ഗേറ്റ് ആയിട്ടും നമുക്ക് കൺവേർട്ട് ചെയ്യാം, റീപ്ലേസ് ചെയ്യാം. ഇതാണ് രണ്ടാമത്തെ ഡി മോഗൻസ് ലോന്റെ പ്രിൻസിപ്പിൾ. പിന്നെ നമുക്ക് തിയറത്തിലേക്ക് പോവാം. ഡി മോഗൻ എന്ന ഒരു മാത്തമാറ്റീഷ്യൻ പ്രപ്പോസ് ചെയ്ത രണ്ട് തിയറംസ് ആണ് ഡി മോഗൻസ് തിയറം. അതിലെ ഫസ്റ്റ് തിയറം പറയുന്നത് ദി കോംപ്ലിമെന്റ് ഓഫ് സം ഓഫ് വാരിയബിൾ ഈസ് ഈക്വൽ ടു ദി പ്രൊഡക്റ്റ് ഓഫ് കോംപ്ലിമെന്റ്സ് ഓഫ് ദി വാരിയബിൾസ്. അത് നമ്മൾ ബബിൾഡ് ആൻഡ് ഗേറ്റിന്റെ അവിടെ പറഞ്ഞിട്ടുള്ള അതേ കാര്യം തന്നെ. ഒരു 2 വാരിയബിൾ വെച്ചിട്ടുള്ള ഫിഗർ ആണ് നമ്മൾ 2 ഇൻപുട്ട് ഉള്ള ഫിഗർ ആണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഇത് സ്റ്റേറ്റ്മെന്റ് നോക്കുക. കോംപ്ലിമെന്റ് ഓഫ് എ സം ഓഫ് വാരിയബിൾ. ഇവിടെ 2 വാരിയബിൾ ആണ്. അപ്പൊ ആ 2 വാരിയബിളിന്റെ സമ്മ് എ പ്ലസ് ബി, അതിന്റെ കോംപ്ലിമെന്റ് എ പ്ലസ് ബി അല്ലെങ്കിൽ എ പ്ലസ് ബി എന്നല്ല പറയാ, എ ഓർ ബി ബാർ. ഓക്കെ, എ ഓർ ബി ബാർ ദാറ്റ് ഈസ് ഈക്വൽ ടു, എന്തിനാണ് ഈക്വൽ? പ്രൊഡക്റ്റ് ഓഫ് ദി കോംപ്ലിമെന്റ്സ് ഓഫ് ദി വാരിയബിൾ. അതിലെ 2 വാരിയബിളിന്റെയും കോംപ്ലിമെന്റ് എടുത്തു, അതിന്റെ പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ്. ഓക്കെ, ദിസ് ഇസ് പ്രൊഡക്റ്റ് ഓഫ് ദി കോംപ്ലിമെന്റ് ഓഫ് ദി വാരിയബിൾ. ഇനി ഇവിടെ if there are 3 variable a b c ആണെന്നുണ്ടെങ്കിൽ a or b or c all bar is equal to a bar and b bar and c bar. അത് ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോന്നിനെയും കോംപ്ലിമെന്റ് ചെയ്യുന്നു, അതിനെ ആൻഡ് ചെയ്യുന്നു. ഇവിടെ ചെയ്തിട്ടുള്ളത് ഇപ്പുറത്ത് എന്താണ് ചെയ്യുന്നത്? സം ചെയ്ത ക്വാണ്ടിറ്റിയുടെ കോംപ്ലിമെന്റ്, ഓൾ കോംപ്ലിമെന്റ് ആണ് എടുക്കുക. ഇവിടെ ഓരോന്നിന്റെയും കോംപ്ലിമെന്റ് ആണ് പ്രൊഡക്റ്റ് ചെയ്യുക. ഇനി രണ്ടാമത്തെ തിയറം പറയുന്നത് കോംപ്ലിമെന്റ് ഓഫ് എ പ്രൊഡക്റ്റ് ഓഫ് വാരിയബിൾ ഈസ് ഈക്വൽ ടു ദി സം ഓഫ് ദി കോംപ്ലിമെന്റ്സ് ഓഫ് ദി വാരിയബിൾസ്. അത് ആൻഡ് ചെയ്തിട്ടുള്ള ക്വാണ്ടിറ്റിയുടെ പ്രൊഡക്റ്റ്, അതിന്റെ കോംപ്ലിമെന്റ് ആൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആൻഡ് ഗേറ്റ്, അതായത് പ്രൊഡക്റ്റ് പോലെ എ ആൻഡ് ബി എന്നുള്ളത് ആ രൂപത്തിലാണ് എഴുതുക. അതുകൊണ്ടാണ് കോംപ്ലിമെന്റ് ഓഫ് പ്രൊഡക്റ്റ് ഓഫ് വാരിയബിൾസ്. ആൻഡ് പ്രൊഡക്റ്റും സം എന്ന് പറയുമ്പോൾ ഓറും ആണ് പറയുന്നത്. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ് ആണ് ഉദ്ദേശിക്കുന്നത്, അതേപോലെ തന്നെ സം എന്ന് പറയുമ്പോൾ ഓർ ആണ് ഉദ്ദേശിക്കുന്നത്. then 2 variable a and b all bar is equal to a bar or b bar. അത് a ബാറിന്റെയും b ബാറിന്റെയും ഓർ സം ആണ് ചെയ്തിരിക്കുന്നത്. if there are 3 variables a b c all bar ആണെങ്കിൽ a bar or b bar or c bar ആയിരിക്കും. അപ്പൊ തിയറി എന്താ പറയുന്നത്? the complement of a product of variable is equal to the sum of the complements of the variables. ഇനി ഈ തിയറത്തിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കഴിഞ്ഞാൽ
ലോജിക് ഗേറ്റ്സിന്റെ ഇംപ്ലിമെന്റേഷൻ അല്ലെങ്കിൽ ബൂളിയൻ എക്സ്പ്രഷന്റെ സിംപ്ലിഫിക്കേഷൻസ്. അതായത് നമുക്ക് ഒരു ഇൻപുട്ട് വാരിയബിളിന്, അതായത് ഏത് ഗേറ്റ് ആണോ യൂസ് ചെയ്തിരിക്കുന്നത് അതിന്റെ വാരിയബിളിനെ നെഗേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നെഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഓർ ഗേറ്റ്, ആ ഓർ ഗേറ്റിൽ അതിനെ കോംപ്ലിമെന്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അത് അതിന്റെ ആ സമ്മിനെ കോംപ്ലിമെന്റ്, ഓർ ഗേറ്റിന്റെ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഓർ ബി ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോർ ഗേറ്റ് ആണ്. അതിനെ കോംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോമിനെ നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു ഫോമിലേക്ക്, അതായത് ഇവിടെ സമ്മാണ്, ഒരു ഭാഗത്ത് സമ്മാണെന്നുണ്ടെങ്കിൽ മറ്റേ ഭാഗത്ത് പ്രൊഡക്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഒരു ഭാഗത്ത്, രണ്ടാമത്തെ കേസിൽ ഈ ഭാഗത്ത് പ്രൊഡക്റ്റ് ആണ്, അത് ഈ സൈഡിൽ സമ്മാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റൂള് വെച്ചിട്ട് ഓർ ചെയ്തിട്ടുള്ളതിനെ ആൻഡ് ഓപ്പറേഷൻ ആയിട്ടും അതേപോലെ തന്നെ ആൻഡ് ചെയ്തിട്ടുള്ളതിനെ ഓർ ഓപ്പറേഷൻ ആക്കിയിട്ടും നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് തിയറം, complement of sum equals the product of complements. അതെന്താണ് കാണിച്ചിരിക്കുന്നത്? എ നോർ ഗേറ്റ്, ഫസ്റ്റ് ഗേറ്റ് നോർ ഗേറ്റ് ആണ്, ഒരു നോർ ഗേറ്റ് ദാറ്റ് ഈസ് ഈക്വലന്റ് ടു ബബിൾഡ് ആൻഡ് ഗേറ്റിന് ഈക്വലന്റ് ആണ്. ഇത് തന്നെയാണ് നമ്മൾ ബബിൾഡ് ആൻഡ് ഗേറ്റ് ചെയ്ത സമയത്ത്, ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ ഡിമോഗൻസ് തിയറത്തിന്റെ എക്സ്പ്രഷൻ ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുമ്പോൾ, എക്സ്പ്രഷൻ രൂപത്തിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതേപോലെയാണ് നമ്മൾ എഴുതുന്നത്. എ ഓർ ബി ഓൾ ബാർ ഈസ് ഈക്വൽ ടു എ ബാർ ആൻഡ് ബി ബാർ. ഇനി ഇത് നമുക്ക് ഒരു ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റും. ട്രൂത്ത് ടേബിളിൽ നോക്കുക, ഇവിടെ 2 വാരിയബിൾ സർക്യൂട്ട് ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എ ബി എന്നുള്ള 2 വാരിയബിൾസ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് തിയർ ആണ് പ്രൂവ് ചെയ്യുന്നത്. ഇപ്പൊ ഫസ്റ്റ് തിയറം പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യേണ്ടത് എ ഓർ ബി ഓൾ ബാർ ഈസ് ഈക്വൽ ടു എ ബാർ ആൻഡ് ബി ബാർ. അപ്പൊ നമുക്ക് എ ബി എന്നുള്ള ക്വാണ്ടിറ്റിയുടെ ആദ്യം ഓർ ചെയ്യണം, അതിനുശേഷം അതിന്റെ കോംപ്ലിമെന്റ്, അതായത് അപ്പൊ നമുക്ക് എന്ത് കിട്ടും, നോർ എന്നുള്ള പ്രോസസ്സ് ഒബ്റ്റെയിൻ ചെയ്യും. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താണ്, ഇറ്റ് ഈസ് പ്രൊഡക്റ്റ് ഓഫ് എ ബാർ ആൻഡ് ബി ബാർ. അതായത് എ ബാർ കാണണം, ബി ബാർ കാണണം, അതിന്റെ ആൻഡ് പ്രോസസ്സും ചെയ്യണം. അപ്പൊ ഇവിടെ നോക്കുക, എ ബി രണ്ടും 0 ആണ്, എ ഓർ ബി 0 ആണ്. ദെൻ എ ഓർ ബി 0 ആയി കഴിഞ്ഞാൽ എ ഓർ ബി ബാർ, അതായത് ഇത് ഇതിന്റെ നേരെ കോംപ്ലിമെന്റ് ആണ്, അതുകൊണ്ട് അത് 1 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഏത് സൈഡ് കണ്ടു, ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ കോളം, അതായത് ഫസ്റ്റ് ക്വാണ്ടിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താന്ന് ഇവാലുവേറ്റ് ചെയ്തു. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എ ബാർ ബി ബാർ, എയും ബിയും നമ്മൾ 0 ആണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് എ ബാർ ബി ബാർ ഈക്വൽ ടു 1. എ ബാർ ബി ബാർ ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ,
ഇവിടെ ഇതിനെയാണ് ഈ വണ്ണിനെയും നമ്മൾ ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ദ റിസൾട്ട് മസ്റ്റ് ബി ഈക്വൽ ടു 1 ആയിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ രണ്ട് കോളംസ് ചെക്ക് ചെയ്യുന്നു. എ ഓർ ബി ഓൾ ബാർ, അതേപോലെ തന്നെ എ ബാർ ആൻഡ് ബി ബാർ. ഫസ്റ്റ് കേസിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന രണ്ടും സെയിം ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ സെറ്റ് ഓഫ് വാരിയബിൾസ്. ബി ഈക്വൽ ടു 0 ആണ്, എ ഈക്വൽ ടു 1. ബി 0, എ 1 എന്നുള്ള വാരിയബിൾസ് ആണ് എടുത്തിരിക്കുന്നത്. ദെൻ എ ഓർ ബി ഈക്വൽ ടു 1 ആണ്. ഏതെങ്കിലും ഒന്നും 1 ആയി കഴിഞ്ഞാൽ എ ഓർ ബി ഓർ ഗേറ്റ് 1 ആണ് റിസൾട്ട് തരിക. എ ഓർ ബി 1 ആയതുകൊണ്ട് എ ഓർ ബി ഓൾ ബാർ ഇത് ഇതിന്റെ ഇൻവേർട്ടഡ് ആണ്, അതുകൊണ്ട് ഇത് ഇതിന്റെ കോംപ്ലിമെന്റ് ആണ്. ദെൻ ഇറ്റ് ഈസ് ഈക്വൽ ടു 0. ഇനി എ ഈസ് ഈക്വൽ ടു 1 ആണ്, അതുകൊണ്ട് എ ബാർ 0. അതേപോലെ ബി ഈക്വൽ ടു 0 ആണ്, അതുകൊണ്ട് ബി ബാർ ഇസ് ഈക്വൽ ടു 1. ഇനി ഇതിന്റെ രണ്ടിന്റെയും 0 ആൻഡ് 1ന്റെ ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 0. ഏതെങ്കിലും ഒന്ന് 0 ആയതുകൊണ്ട് റിസൾട്ട് മസ്റ്റ് ബി ഈക്വൽ ടു 0. അപ്പൊ ഈ കോളം കമ്പയർ ചെയ്യുക. ഈ കോളത്തിൽ കിട്ടിയ ക്വാണ്ടിറ്റിയും ഈ കോളത്തിൽ കിട്ടിയ ക്വാണ്ടിറ്റിയും രണ്ടും സെയിം ആണ്. ഓക്കെ, ഇനി രണ്ടെണ്ണം നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇത് ചെക്ക് ചെയ്തു. അതേപോലെ അടുത്തത് ഇത് രണ്ടും ചെക്ക് ചെയ്തു. then അടുത്ത ക്വാണ്ടിറ്റി നോക്കാം. ഇറ്റ് ഈസ് ബി ഈക്വൽ ടു 1, എ ഈക്വൽ ടു 0. എ ഓർ ബി ചെയ്ത് കഴിഞ്ഞാൽ 1 ഓർ 0 1 ആണ്. അതിന്റെ കോംപ്ലിമെന്റ് ചെയ്തു. ഇവിടെ 1 ആയതുകൊണ്ട് ഇവിടെ 0 ആണ്. ഇനി എ ഈക്വൽ ടു 0 ആണ്, അതുകൊണ്ട് എ ബാർ ഇസ് ഈക്വൽ ടു 1. എ ഈക്വൽ ടു 0, അതുകൊണ്ട് എ ബാർ ഇസ് ഈക്വൽ ടു 1. ഇനി ബി ഈക്വൽ ടു 1, ദെൻ ബി ബാർ ഇസ് ഈക്വൽ ടു 0. ഇനി 1 ആൻഡ് 0ന്റെ ആൻഡ് പ്രൊഡക്റ്റ് ഇവിടെ ചെയ്തു. ഇറ്റ് ഈസ് ഈക്വൽ ടു 0. ഇത് രണ്ടും കൂടെ ചെക്ക് ചെയ്യുന്നു. ഇവിടെ 0 ആണ് കിട്ടിയിട്ടുള്ളത്, ഇവിടെയും 0 ആണ് കിട്ടിയിട്ടുള്ളത്. ദെൻ ദേ ആർ കറക്റ്റ്. അടുത്തത് നോക്കുക. ബി എയും ബിയും 1 ആണ്. എ ഓർ ബി ഓൾസോ ഇസ് ഈക്വൽ ടു 1. എ ഓർ ബി 1 ആയതുകൊണ്ട് അതിന്റെ കോംപ്ലിമെന്റ് എ ഓർ ബി ഓൾ ബാർ ഇസ് ഈക്വൽ ടു 0. എയും ബിയും 1 ആയതുകൊണ്ട് എ ബാറും ബി ബാറും 0 ആണ്. ദെൻ എ ബാർ ബി ബാർ 0 ആയതുകൊണ്ട് എ ബാർ ആൻഡ് ബി ബാർ ഇറ്റ് ഈസ് ഈക്വൽ ടു 0. ദെൻ നാലാമത്തെ ഇൻപുട്ടിന്റെ കേസും ഇറ്റ് ഈസ് വെരിഫൈഡ്. അപ്പൊ നമുക്ക് ഒരു ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് വെരിഫിക്കേഷൻ നടത്തിയത്. അപ്പൊ ഇവിടുത്തെ കോളത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഡിമോർഗൻസിന്റെ ഫസ്റ്റ് തിയർ ആണ് നമ്മൾ ചെയ്തത്. ഫസ്റ്റ് തിയറം എ ഓർ ബി ഓൾ ബാർ ഇസ് ഈക്വൽ ടു എ ബാർ ആൻഡ് ബി ബാർ. അതായത് ഇവിടെ എന്താണ് പറഞ്ഞത്? നോർ ഗേറ്റ് ഈസ് ഈക്വലന്റ് ടു ബബിൾഡ് ആൻഡ് ഗേറ്റ്. നമുക്ക് അടുത്ത തിയറം ഡിസ്കസ് ചെയ്തതിന് ശേഷം ഔട്ട്പുട്ട് എക്സ്പെരിമെന്റൽ സെറ്റപ്പ് വെച്ചിട്ട് വെരിഫൈ ചെയ്യാം. രണ്ടാമത്തെ തിയറം എന്താ പറയുന്നത്? കോംപ്ലിമെന്റ് ഓഫ് എ പ്രൊഡക്റ്റ് ഈക്വൽസ് ദി സം ഓഫ് കോംപ്ലിമെന്റ്സ്. സെക്കൻഡ് തിയറം പറയുന്നത് കോംപ്ലിമെന്റ് ഓഫ് എ പ്രൊഡക്റ്റ് ഈക്വൽസ് സം ഓഫ് കോംപ്ലിമെന്റ്സ്. ഇനി അതിന്റെ നമുക്ക് എക്സ്പ്രഷൻ നോക്കാം. എക്സ്പ്രഷൻ നോക്കിക്കഴിഞ്ഞാൽ y is equal to
y is equal to ab bar എന്നുള്ള ഇത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു NAND ഗേറ്റ് ആണ്. y is equal to a bar or b bar കാണിക്കുന്നത് ഒരു ബബിൾഡ് OR ഗേറ്റ് ആണ്. അപ്പൊ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? നമുക്ക് എങ്ങനെ എക്സ്പ്രഷൻ എഴുതാം? രണ്ടാമത്തെ തിയറം നമുക്ക് പറയാം. ab all bar is equal to a bar or b bar. a and b all bar is equal to a bar or b bar. ഇനി ഇതിന്റെ ഔട്ട്പുട്ട് നമുക്ക് ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് ആദ്യം വെരിഫൈ ചെയ്യാം. ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ബബിൾഡ് OR ഗേറ്റിന്റെ ഔട്ട്പുട്ട്, അതായത് എ ബാർ ഓർ ബി ബാറും, ലെഫ്റ്റ് സൈഡിൽ NAND ഗേറ്റിന്റെ ഔട്ട്പുട്ടും ആണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ രണ്ട് വാരിയബിൾ എടുത്തു. 1 ആദ്യത്തെ കേസ് 0 0 ബിയും എയും 0 ആണ്. അതുകൊണ്ട് a and b 0. a and b all bar, അതായത് ഇതിന്റെ കോംപ്ലിമെന്റ് ആണ്. then that is equal to that is equal to 1. ഇനി a bar equal to 1 ആണ്, b bar is equal to 1 ആണ്. എയും ബിയും 0 ആണ്, അതുകൊണ്ട് a ബാറും b ബാറും 1 ആണ്. then a bar or b bar that is equal to 1. അടുത്ത ഇൻപുട്ടിൽ b is equal to 0 ആണ്, a is equal to 1 ആണ്. b is equal to 0, a is equal to 1. അതുകൊണ്ട് a and b 0 1ന്റെ ആൻഡ് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും, കാരണം ഒരു ഇൻപുട്ട് 0 ആയാൽ മതി. അപ്പൊ ഇവിടെ 0 ആണ്. ഇനി അതിന്റെ കോംപ്ലിമെന്റ് ആണ് എ ബി ഓൾ ബാർ. ഇതിന്റെ കോംപ്ലിമെന്റ് ആണ്, അവിടെ 1. ഇനി എ ബാർ ഈക്വൽ ടു 0, എ is equal to 1 ആണ്, എ ബാർ is equal to 0. b is equal to 0 ആണ്, അതുകൊണ്ട് b bar is equal to 1. then a bar or b bar or product or sum ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പൊ ഇവിടെ നമ്മൾ രണ്ടെണ്ണം ചെക്ക് ചെയ്തു. അതായത് ഇവിടെ ഫസ്റ്റത്തെ കേസ് 1, ഇവിടെ അതേപോലെ തന്നെ 1. രണ്ടാമത്തെ കേസിൽ ഹിയർ 1 and here also is equal to 1. ഇനി തേർഡ് കേസിൽ b is equal to 1, a is equal to 0. പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ a and b ചെയ്ത് കഴിഞ്ഞാൽ it is equal to 0. കോംപ്ലിമെന്റ് it is 1. a is equal to 0 ആണ്, അതുകൊണ്ട് a bar is equal to 1. b is equal to 1 ആണ്, then b bar is equal to 0. a bar or b bar or സം ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ്. ഇവിടുത്തെ കേസിൽ 1, അതേപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും 1 ആണ്. then the last combination എയും ബിയും 1 ആണ്. then a b product a and b it is equal to 1. then its complement a b all bar equal to 0. എയും ബിയും 1 ആയതുകൊണ്ട് എ ബാർ ബി ബാർ 0 ആണ്. then a bar or b bar it is equal to 0. then the final output also verified.
അപ്പോൾ ഡി മോർഗൻസ് തിയറം നമുക്ക് ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ചിട്ട് ഈ രൂപത്തിൽ നമുക്ക് വെരിഫൈ ചെയ്യാം. ഇനി നമ്മൾ ഇതിന്റെ ഔട്ട്പുട്ട് എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഉപയോഗിച്ച് നമുക്ക് വെരിഫിക്കേഷൻ നടത്താം. ഓക്കെ, ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഡി മോർഗൻസ് തിയറത്തിന്റെ വെരിഫിക്കേഷൻ ഫണ്ടമെന്റൽ ഗേറ്റ്സ് ഉപയോഗിച്ചിട്ടുള്ള സർക്യൂട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഫണ്ടമെന്റൽ ഗേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട്, ആൻഡ്, ഓർ. അപ്പൊ ഇവിടെ രണ്ട് തിയറം സെപ്പറേറ്റ് ആയി രണ്ട് ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ആൻഡ് ഗേറ്റും അതിൻ്റെ ഔട്ട്പുട്ടിൽ നോട്ട് ഗേറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നാൻഡ്, അതായത് ഈ സെക്ഷൻ കാണിക്കുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണിക്കുന്നത് രണ്ടാമത്തെ തിയറം, റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണിക്കുന്നത് ഫസ്റ്റ് തിയറം. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് തിയറത്തിൻ്റെ വെരിഫിക്കേഷൻ നോക്കാം. ഫസ്റ്റ് തിയറത്തിൽ ആദ്യം നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റ് 0 0 കൊടുക്കുന്ന സമയത്ത് കിട്ടുന്ന ഔട്ട്പുട്ട് നോക്കാം. ഇത് ട്രൂത്ത് ടേബിളിൽ ഫസ്റ്റത്തെ 0 0 ആവുന്ന സമയത്ത് നമുക്ക് രണ്ടും ഹൈ ആയിരുന്നു. ഫസ്റ്റിൽ ഇവിടെ കാണിക്കുന്നത് ഈ കോളാണ് കാണിക്കുന്നത്. ഇറ്റ് ഈസ് ഓർ ചെയ്ത ഈ ക്വാണ്ടിറ്റീനെ നമ്മൾ കോംപ്ലിമെന്റ് ചെയ്യുന്നു. രണ്ടും നമ്മൾ 0 ആണ് കൊടുത്തിരിക്കുന്നത്. A = 0, B = 0. ഓക്കെ, അടുത്ത കോമ്പിനേഷൻ നമ്മൾ കൊടുക്കുന്നത് A = 1 ആൻഡ് B = 0. A = നമ്മൾ 1 ആക്കി. 1 ആക്കിയ സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നു? ഇറ്റ് ഈസ് 0 ആണ്. അടുത്തത് നെക്സ്റ്റ് 0 1 എന്നുള്ള കോമ്പിനേഷൻ. A = 0, B = 1. ആ കേസിലും രണ്ടും ഓഫ് ആണ്. ലാസ്റ്റ് കേസ് ഇറ്റ് ഈസ് 1 1 1 1 ആവുന്ന സമയത്തും ഇറ്റ് ഈസ് ഈക്വൽ ടു 0. ഇനി അടുത്തത് നമ്മൾ രണ്ടാമത്തെ ഗേറ്റിന്റെ രണ്ടാമത്തെ തിയറത്തിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇത് ചെക്ക് ചെയ്യാം. സർക്യൂട്ടിൽ നോക്കാം. ഒരു ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടിൽ നോട്ട് ഗേറ്റ് കണക്ട് ചെയ്തിരിക്കുന്നു. ഇറ്റ് ഈസ് ഈക്വലന്റ് ടു നാൻഡ്. അടുത്തത് ഒരു ബബിൾഡ് ഓർ ഗേറ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കാം. ആദ്യത്തെ കണ്ടീഷൻസ് 0 0
0 0 0 0 ആവുന്ന സമയത്ത് ഇതിലെ ഔട്ട്പുട്ട് ഹൈ ആണ്. ഇവിടെ OR ഗേറ്റിന്റെ ഔട്ട്പുട്ടും ഹൈ ആണ്. ബബിൾഡ് OR ഗേറ്റിന്റെ ഔട്ട്പുട്ടും ഹൈ ആണ്. അടുത്ത ഇൻപുട്ട് നോക്കാം. A is equal to 1, B is equal to 0. AB all bar ഹൈ ആണ്. ഇവിടെ ഹൈ ആണ്. അതേപോലെ തന്നെ ബബിൾഡ് OR ഗേറ്റിലെ ഔട്ട്പുട്ട് ഹൈ ആണ്. അടുത്ത ഇൻപുട്ട് നോക്കാം. A is equal to 0, B is equal to 1. A is equal to 0, B is equal to 1. AB all bar ഹൈ ആണ്. OR ഗേറ്റിലെ ബബിൾഡ് OR ഗേറ്റിലെ ഔട്ട്പുട്ട് ഹൈ ആണ്. ലാസ്റ്റ് കേസ്, രണ്ട് ഇൻപുട്ടും ഹൈ ആണ്. A is equal to 1, B is equal to 1. ആ സമയത്ത് AB all bar is equal to 0 ആണ്. ഇവിടെ ലോ ആണ്. അതേപോലെ തന്നെ ബബിൾഡ് OR ഗേറ്റിലും ഔട്ട്പുട്ട് ലോ ആണ്. ഔട്ട്പുട്ട് ലോ ആണ്. അടുത്തത് നോർ ഗേറ്റ് IC വെച്ച് ചെയ്തിട്ടുള്ള അത് നോക്കാം. അതേപോലെ തന്നെ നാൻഡിന്റെ IC വെച്ചിട്ട്. ഓക്കെ, ഇപ്പൊ ഇവിടെ ആദ്യത്തെ കേസിൽ രണ്ട് ഇൻപുട്ടും ഫസ്റ്റ് ലോ ആണ്. നമ്മൾ ഫസ്റ്റ് ഇയർ ആണ് ചെക്ക് ചെയ്യുന്നത്. നോർ ഈസ് ഈക്വൽ ടു ബബിൾഡ് ആൻഡ് ദെൻ 0 0, രണ്ടിലും 0 0 കൊടുക്കുന്ന സമയത്ത് രണ്ടും ഹൈ ആണ്. ദെൻ സെക്കൻഡ് കേസിൽ 1 കൊടുത്തു. രണ്ടിലും 1 കൊടുത്ത സമയത്ത് ലോ ആണ്. ദെൻ അടുത്തത് 0 1, A is equal to 0, B is equal to 1 കൊടുക്കുന്ന സമയത്ത് ലോ ആണ്. ദെൻ രണ്ടും ഹൈ ആണ്. ആ സമയത്തും ലോ ആണ്. ഇനി രണ്ടാമത്തെ ലോ നോക്കാം. രണ്ടും 0 ആക്കി. ആ സമയത്ത് ഹൈ ആണ്. A is equal to 1, B is equal to 0, രണ്ടും ഹൈ ആണ്. അടുത്തത് A is equal to 0, B is equal to 1. ആ സമയത്തും രണ്ടും ഹൈ ആണ്. ദെൻ A is equal to 1, B is equal to 1. ആ സമയത്ത് രണ്ടും ലോ ആണ്. ഇപ്പൊ ഡി ബോഗൻസിന്റെ രണ്ട് ലോ വെരിഫിക്കേഷൻ നമ്മൾ നോക്കി. ഒരു തിയറത്തിൽ പറയുന്നത് A or B all bar is equal to A bar and B bar. രണ്ടാമത്തെ ലോ പറയുന്നത് A and B all bar is equal to A bar or B bar. തിയറം ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത സെക്ഷനിലെല്ലാം ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് വരും. ബൂളിയൻ എക്സ്പ്രഷൻസ് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഡി മോഗൻസ് തിയറം ഉപയോഗിക്കാൻ പറ്റും. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സ്ക്ലൂസീവ് OR ഗേറ്റ്.
അതിനെ നമ്മൾ ചുരുക്കി എക്സോർ ഗേറ്റ് എന്ന പേരിലും പറയാറുണ്ട്. ചില ബുക്സിൽ ഇഎക്സ് ഓർ എന്നെഴുതും, ചില ബുക്സിൽ എക്സോർ ഗേറ്റ്. ഒരു എക്സോർ ഗേറ്റ് ഫണ്ടമെന്റൽ ഗേറ്റ്സ് ഉപയോഗിച്ചിട്ടുള്ള അതിൻ്റെ ഒരു ഇംപ്ലിമെന്റേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. എക്സോർ ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഗേറ്റ്. അതിൻ്റെ പ്രത്യേകത ഡിജിറ്റൽ സർക്യൂട്ടിൽ രണ്ട് വാരിയബിൾസിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഗേറ്റ് ആണ് ഓർ ഗേറ്റ്. രണ്ടും സെയിം ആണോ ഡിഫറെൻ്റ് ആണോ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഗേറ്റ് ആണ്, ഒരു ഇമ്പോർട്ടൻറ്റ് ഗേറ്റ് ആണ്. പക്ഷെ അത് ബേസിക് ഗേറ്റ് അല്ല. ഇനി അതിൻ്റെ ഒരു ഇംപ്ലിമെന്റേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഫണ്ടമെന്റൽ ഗേറ്റ്സ് ഉപയോഗിച്ചിട്ടുള്ള കൺസ്ട്രക്ഷൻ ആണ് ഇതിനെ കാണിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഫണ്ടമെന്റൽ ഗേറ്റ് അല്ലെങ്കിലും ഡിജിറ്റൽ സർക്യൂട്ടിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ബേസിക് ഗേറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് അതിന് ഒരു ലോജിക് സിമ്പൽ അസൈൻ ചെയ്തിട്ടുണ്ട്. ആ ലോജിക് സിമ്പൽ ആണ് ഫിഗർ എയിൽ കാണിച്ചിരിക്കുന്നത്. ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഡിസിമിലർ ടു ഓർ ഗേറ്റ് ആണ് സിമ്പല്. പക്ഷേ ഇൻപുട്ടിൽ ഒരു കർവ് അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. ഓർ ഗേറ്റിലെ ഔട്ട്പുട്ടിലെ ഒരു ചെറിയ വാരിയേഷൻ വരുത്തി കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എക്സോർ ഗേറ്റ്. അതിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ ലാസ്റ്റിലെ ഈ 1 എന്നുള്ള ക്വാണ്ടിറ്റിക്ക് മാത്രം 0 ആവും. ഇനി ഇതിൻ്റെ ഇംപ്ലിമെന്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയെന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്, ഇവിടെ എനെ നോട്ട് ഉപയോഗിച്ച് എ ബാർ ചെയ്യുന്നു, ബിനെ നോട്ട് ഉപയോഗിച്ച് ഇവിടെ ബി ബാർ ആക്കുന്നു. മുകളിലുള്ള അപ്പർ ആൻഡ് ഗേറ്റിന് അതിൻ്റെ ഔട്ട്പുട്ട് എ ബാർ ബി ആയിരിക്കും. ലോവർ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എ ബി ബാർ ആയിരിക്കും. ഇത് രണ്ടുമാണ് ഈ ഓർ ഗേറ്റിൽ കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഓർ ഗേറ്റ് എന്താ ചെയ്യുന്നത്? ഇതിനെ രണ്ടിനെയും എന്ത് ചെയ്യും? സം ചെയ്യും, അല്ലെങ്കിൽ ഓറിംഗ് പ്രോസസ്സ് നടത്തും. അപ്പം നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട്, അതായത് ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇറ്റ് ഈസ് ഈക്വൽ ടു y is equal to a bar b or a b bar. Output is equal to a bar b or a b bar. ഇതിനെ നമ്മൾ എഴുതുന്നത് a XOR, അതായത് ഇതിന് സിമ്പിൾ ഉപയോഗിക്കുന്നത്, ഓറിന് നമ്മൾ പ്ലസ് സിമ്പിളാണ് ഉപയോഗിക്കുക. ആ പ്ലസ് സിമ്പിളിനെ എന്ത് ചെയ്യുന്നു? ഒരു റൗണ്ടിന്റെ ഉള്ളിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഏത് ഗേറ്റ്? എക്സോർ ഗേറ്റ്. ഇപ്പോൾ എക്സോർ ഗേറ്റിന്റെ ലോജിക്കൽ എക്സ്പ്രഷൻ ആണ് ഇങ്ങനെ എഴുതുന്നത്. അതിനെ വളരെ സിമ്പിൾ ആയിട്ട് ഈ രൂപത്തിൽ ഒരു പ്ലസ് അതിനെ റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ എക്സോർ പി ആണ്. അതിന്റെ ലോജിക് എക്സ്പ്രഷൻ എ ബാർ ബി ഓർ എ ബി ബാർ. ഇനി അതിൻ്റെ ഓപ്പറേഷൻ നോക്കിക്കഴിഞ്ഞാൽ, മുമ്പത്തെ ഡയഗ്രാം വെച്ചിട്ട് ഓപ്പറേഷൻ നോക്കിക്കഴിഞ്ഞാൽ, എ ബി എന്നുള്ള രണ്ട് ക്വാണ്ടിറ്റിയും ലോ ആവുന്ന സമയത്ത്, എ ബി ലോ ആവുന്ന സമയത്ത് എ ബാറും ബി ബാറും ഹൈ ആയിരിക്കും. ഇപ്പം രണ്ടും ഡിഫറെൻ്റ് ആവുന്ന സമയത്ത്
എ ഇസ് ഈക്വൽ ടു ലോ ആണ്, ബി ഇസ് ഈക്വൽ ടു ലോ ആണ്, എ ബാറും ബി ബാറും ഹൈ ആണ്. നമ്മുടെ പ്രൊഡക്റ്റ് എ ബാർ ബി പ്ലസ് എ ബി ബാർ ആണ്. രണ്ട് ടേമിലും എങ്ങനെ വരും? കാരണം ടേം നമ്മളുടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു എങ്ങനെയാണ് നമുക്ക് എഴുതാൻ പറ്റുക? ഔട്ട്പുട്ട് y is equal to, it is equal to a b ഒരു കേസിൽ ബി എന്നുള്ള ക്വാണ്ടിറ്റിക്ക് ബാർ ഉണ്ട്, അടുത്ത കേസിൽ എ വിത്ത് എ ബാർ ആൻഡ് പ്രൊഡക്റ്റ് വിത്ത് ബി. ഇതാണ് നമ്മളുടെ ഔട്ട്പുട്ട് y. ഇനി ഒരു ഗേറ്റിൽ, അതായത് ഫസ്റ്റ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് എ ബാർ ബി എന്നുള്ള ക്വാണ്ടിറ്റി നമ്മൾ മുമ്പത്തെ സ്ലൈഡിൽ കണ്ടു. ഫസ്റ്റ് സ്ലൈഡ് ഇതിൽ എ ബാർ ബി, രണ്ടാമത്തെ ഗേറ്റിൻ്റെയാണ് എ ബി ബാർ. പിന്നെ നമ്മൾ ഫസ്റ്റത്തെ കേസിൽ പറഞ്ഞത് എ എന്നുള്ള ക്വാണ്ടിറ്റി ലോ ആണ്, ബി എന്നുള്ളത് ലോ ആണ്, ഇത് രണ്ടും ഹൈ ആണ്. പക്ഷെ പ്രൊഡക്റ്റിൽ രണ്ടിലും 0 വരുന്നത് കൊണ്ട് ടോട്ടൽ എ ബി ബാർ ചെയ്യുന്ന സമയത്തും 0 ആയിരിക്കും റിസൾട്ട്, എ ബാർ ബി ചെയ്യുന്ന സമയത്തും 0 ആയിരിക്കും റിസൾട്ട്, ടോട്ടൽ റിസൾട്ട് 0 ആയിരിക്കും. ഇനി അടുത്തത് എ ലോ ബി ഹൈ. എ ലോ ആണ്, ബി ഹൈ ആണ്. ഓക്കെ, ബി ഹൈ ആണെന്നുണ്ടെങ്കിൽ ബി ബാർ എന്തായിരിക്കും? ലോ ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ എ ലോ ആയതുകൊണ്ട് എ ബാർ ഹൈ ആയിരിക്കും. അപ്പൊ ഇവിടെ രണ്ടാമത്തെ ടേം നോക്കുക, അതായത് ഫസ്റ്റ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് നോക്കുക. എ ലോ ആണ്, അതുകൊണ്ട് എ ബാർ ഹൈ ആണ്, ബി ഹൈ ആണ്. ഇത് രണ്ടും ഹൈ ആവുന്നത് കൊണ്ട് ഇവിടെ 1 കിട്ടും. ദെൻ y is equal to 1 ആയിരിക്കും. ഇനി നെക്സ്റ്റ് ഇൻപുട്ട് എ ഹൈ ആണ്, ബി ലോ ആണ്. ബി ലോ ആണെങ്കിൽ ബി ബാർ ഹൈ ആയിരിക്കും, അതുകൊണ്ട് എ ബി ബാർ എന്നുള്ള ക്വാണ്ടിറ്റി ഹൈ ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ 1 ആയിരിക്കും, ഇവിടെ 0 ആയിരിക്കും. അതിന്റെ ഓർ ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും ഔട്ട്പുട്ട്. ഇനി ലാസ്റ്റത്തെ കേസിൽ എയും ബിയും ഹൈ ആണെങ്കിൽ എ ബാറും ബി ബാറും ലോ ആയിരിക്കും, രണ്ട് പ്രൊഡക്റ്റും 0 ആയിരിക്കും. അതുകൊണ്ട് ഫൈനൽ ഔട്ട്പുട്ട് ലോ ആയിരിക്കും. Then the output is high when A or B is high, but not when both are high or low. അതായത് ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ എയോ ബിയോ ഹൈ ആവുന്ന സമയത്ത്, ഏതെങ്കിലും ഒന്ന് ഹൈ ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് ഹൈ ആണ്. രണ്ടും ഹൈ ആവുന്ന സമയത്തും രണ്ടും ലോ ആവുന്ന സമയത്തും ഔട്ട്പുട്ട് ലോ ആണ്. ട്രൂത്ത് ടേബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എയോ ബിയോ ഏതെങ്കിലും ഒന്ന് ഹൈ ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് ഹൈ ആണ്. രണ്ടും ഹൈയോ രണ്ടും ലോ ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് ലോ ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഔട്ട്പുട്ട് ഹൈ ആവണമെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് ഡിഫറെൻ്റ് ആവണം. ഔട്ട്പുട്ട് ഹൈ ആവണമെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് എപ്പോഴും ഡിഫറെൻ്റ് ആവണം. അതുകൊണ്ടാണ് ഈ സർക്യൂട്ടിനെ നമ്മൾ എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ് ആയിട്ട് പറയുന്നത്. ഈ കാരണം കൊണ്ടാണ് നമ്മൾ സർക്യൂട്ടിനെ എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ് ആയിട്ട് പറയുന്നത്. ഒരു ടു ഇൻപുട്ട് എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ് ഉപയോഗിച്ച് നമുക്ക് ഹയർ ഇൻപുട്ടുള്ള എക്സോർ ഗേറ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്
ഔട്ട്പുട്ട് 1 ആവണമെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് ഹൈ ആവുന്ന നമ്പർ ഓഡ് നമ്പർ ആവണം. ഫോർ എക്സാമ്പിൾ ഒരു 3 ഇൻപുട്ടുള്ള എക്സോർ ഗേറ്റ് ആണെങ്കിൽ അതിൽ ഒരു ഇൻപുട്ട് മാത്രം ഹൈ ആവുന്ന സമയത്തും 3 ഇൻപുട്ടും ഹൈ ആവുന്ന സമയത്തും ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. 2 ഇൻപുട്ട്, അതായത് ഇൻപുട്ട് ഈവൻ നമ്പർ ഹൈ ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഇനി അതേപോലെ തന്നെ 4 ഇൻപുട്ട് എക്സോർ ആണെന്നുണ്ടെങ്കിലും ഇതേ കേസ് തന്നെ ഒരു ഇൻപുട്ട് ഹൈ ആവുമ്പോഴും 3 ഇൻപുട്ട് ഹൈ ആവുന്ന സമയത്തും, അതായത് ഓഡ് നമ്പർ ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും, ബാക്കിയുള്ള സമയത്ത് ഔട്ട്പുട്ട് ലോ ആയിരിക്കും. അടുത്തതായിട്ട് NAND ഗേറ്റ് ഉപയോഗിച്ച്, NAND ഗേറ്റ് മാത്രം ഉപയോഗിച്ച് എക്സോറിന്റെ കൺസ്ട്രക്ഷൻ ആണ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ NOR ഗേറ്റ് ഉപയോഗിച്ചിട്ടുള്ള എക്സോറിന്റെ കൺസ്ട്രക്ഷൻ ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.